നിന്റെ കൂടെ. നമ്മുടെ കുട്ടികളൊന്നും അറിയരുത്, നമ്മുടെ കുട്ടികളൊന്നും അറിയരുത്. അമ്മേ, ഇന്നത്തെ സ്കൂളില്ലാത്ത? ഇന്ന് അവധി ദിവസമല്ലേ, അതുകൊണ്ടാ സ്കൂളില്ലാത്ത. പക്ഷെ ടീച്ചർമാരും മാഷന്മാരൊന്നും പറഞ്ഞില്ലല്ലോ. നിന്നോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ, ഞങ്ങളോട് പറഞ്ഞിരുന്നു അല്ലേ? ആ, എന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ കൂടുതലൊന്നും കുട്ടികൾ അറിയരുത്, കൂടുതലൊന്നും കുട്ടികൾ അറിയരുത്. ആകാശത്ത് കഴുകനെ പോലെ വട്ടമിട്ട് പറക്കുന്ന യുദ്ധവിമാനങ്ങൾ. അമ്മേ, എനിക്ക് ശബ്ദം കേട്ടിട്ട് പേടിയാകുന്നു. പക്ഷേ നമ്മുടെ കുട്ടികളിതൊന്നും അറിയരുത്, നമ്മുടെ കുട്ടികളിതൊന്നും അറിയരുത്. അമ്മേ, ഇന്നല്ലെങ്കിൽ നാളെ അവർ നമ്മുടെ വീട്ടിൽ ശല്യം എറിയും. ആരാ നിന്നോട് ഇതൊക്കെ പറഞ്ഞത്? അങ്കിൾ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ചുമ്മാ പറയുന്നതല്ലേ, കാര്യം വെക്കണ്ട. പക്ഷേ നമ്മുടെ കുട്ടികളിതൊന്നും അറിയരുത്, നമ്മുടെ കുട്ടികളിതൊന്നും അറിയരുത്. അമ്മേ, അഥവാ ഒരു ശല്യങ്ങൾ എല്ലാം പോലും അച്ഛൻ ഈദിന് വാങ്ങി തന്ന തോക്ക് എന്റെ കയ്യിലുണ്ട്. ഞാൻ അതോടൊപ്പം എല്ലാവരും വെടിവെച്ച് കൊന്നു കളയല്ലോ. രാജാവ് ഉത്തരവിറക്കിയിരിക്കുന്നു, വാതിലുകളെല്ലാം അടഞ്ഞിടക്കട്ടെ, വാതിലുകൾ അടഞ്ഞിടക്കട്ടെ, ജനാലകൾ അടഞ്ഞിടക്കട്ടെ. രാജാവ് വാതിലുകൾ അടഞ്ഞിടക്കട്ടെ, വാതിലുകളെല്ലാം അടഞ്ഞിടക്കട്ടെ, ജനാലകൾ അടഞ്ഞിടക്കട്ടെ, വാതിലുകൾ അടഞ്ഞിടക്കട്ടെ, ജനാലകൾ അടഞ്ഞിടക്കട്ടെ. അമ്മേ, അച്ഛാ, എനിക്കൊരു കഥ പറഞ്ഞു തരുമോ? അതിനെന്താ പറഞ്ഞു തരാലോ. ഒരു കഥ ആരാ ഇവിടൊക്കെ? വണ്ണാങ്കട്ടയും കലീലയും. അങ്ങനെയൊക്കെ അവർ യാത്ര പോകാൻ തീരുമാനിച്ചു. എങ്ങോട്ട്? അങ്ങ് ദൂരേക്ക്. അവരവിടെ യാത്ര പോയി. കുറച്ച് കഴിഞ്ഞപ്പോ അതാ ഒരു വലിയൊരു കാറ്റ്. കാറ്റ് വീശിയപ്പോ കലീല കാറ്റത്ത് പാറിപ്പോകാൻ തുടങ്ങി. അപ്പൊ വണ്ണാങ്കട്ട കലീലയുടെ പുറത്ത് കയറി കലീലയെ പാറിപ്പോകാതെ രക്ഷിച്ചു. അവര് വീണ്ടും യാത്ര തുടർന്നു. കുറച്ച് കഴിഞ്ഞപ്പോ അതാ വരുന്നു വലിയൊരു മഴ. മഴ പെയ്തപ്പോ വണ്ണാങ്കട്ട അവൻ പേടിച്ചു വന്നു. എന്നിട്ട് വണ്ണാങ്കട്ട അഞ്ഞു പോകാൻ തുടങ്ങി. അപ്പോ കലീല വണ്ണാങ്കട്ടയുടെ പുറത്ത് കയറി നിന്ന് വണ്ണാങ്കട്ടയെ മഴ നനയാതെ രക്ഷിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോ കാറ്റും മഴയും ഒന്നിച്ചു വന്നു. അങ്ങനെ മണ്ണാകട്ട ഒലിച്ചും പോയി, കലീല പറന്നും പോയി. പിന്നീട് ഒരിക്കലും ഒരു മണ്ണാങ്കട്ടയും കരിയിലയും വീട് വിട്ട് പുറത്തു പോയിട്ടേയില്ല. അവർ വീട്ടിനുള്ളിൽ തന്നെ അങ്ങനെ കിടന്നുറങ്ങി. ചീപ്പ്
കയ്യിൽ കുഞ്ഞ്, കുഞ്ഞിന്റെ കയ്യിൽ തോക്ക്, തോക്കിനുള്ളിൽ ഉണ്ട, ഉണ്ട പോലെ റാണി, റാണിയെ പിടിക്കാൻ കള്ളൻ, കള്ളനെ പിടിക്കാൻ പോലീസ്, പോലീസിനെ പിടിക്കാൻ പട്ടാളം, പട്ടാളത്തെ പിടിക്കാൻ പ്രേതം, പ്രേതത്തെ പിടിക്കാൻ മന്ത്രവാദി, മന്ത്രവാദി പിടിക്കാൻ ദൈവം, ദൈവത്തെ പിടിക്കാൻ അല്ല, അല്ല, അല്ല. അമ്പലക്കര ദേവി, ദേവിയുടെ കയ്യിൽ കുഞ്ഞ്, കുഞ്ഞിന്റെ കയ്യിൽ തോക്ക്, തോക്കിനുള്ളിൽ ഉണ്ട, ഉണ്ട പോലൊരു റാണി, റാണിയെ പിടിക്കാൻ കള്ളൻ, കള്ളനെ പിടിക്കാൻ പോലീസ്, പോലീസിനെ പിടിക്കാൻ പട്ടാളം, പട്ടാളം പിടിക്കാൻ ദൈവം, ദൈവത്തെ പിടിക്കാൻ ആരുമില്ല, ആരുമില്ല, ആരുമില്ല. അമ്പലക്കര ദേവി, ദേവിയുടെ കയ്യിൽ കുഞ്ഞ്, കുഞ്ഞിന്റെ കയ്യിൽ തോക്ക്, തോക്കിനുള്ളിൽ ഉണ്ട, ഉണ്ട പോലൊരു റാണി, റാണിയെ പിടിക്കാൻ കള്ളൻ, കള്ളനെ പിടിക്കാൻ പോലീസ്, പോലീസ് പിടിച്ചു. നീ ഏതാണ് സുന്ദരി? നിന്നെ പോലെ ഒരു ഇതിനു മുമ്പ് ഞാൻ ഈ തെരുവിലെങ്ങും കണ്ടതേയില്ല. വശീകരിക്കുന്ന കരിവശ പുരണ്ട നിന്റെ കണ്ണുകളിലെ കാന്തികൾ, ചെറുപ്പം തുളുങ്ങുന്ന നിന്റെ ഈ കവിളുകൾ, അപ്പോൾ പോലെ ചുവന്ന തുടുത്ത നിന്റെ ഈ ചൂട്, നിന്റെ ഈ പട്ടിപൊട്ട വേദിയഴക് എന്നെ വല്ലാതെ മൊത്തപ്പെട്ടിരിക്കുന്നു. നീ എന്റെ കൂടെ പോരും. മേടിച്ചോ? മേടിക്കണ്ട. എന്റെ കൂടെ പോരാൻ നിനക്ക് ഇനി ഞാൻ എന്താണ് നൽകേണ്ടത്? എന്റെ കൂടെ പോരാൻ നിനക്ക് എന്താണ് നൽകേണ്ടതെന്ന്? നിനക്ക് യാത്ര പോകാൻ ഇഷ്ടമാണോ? ഇഷ്ടം. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ നഗരമായ നഗരം മൊത്തം ചുറ്റിക്കറങ്ങാം. അങ്ങനെ കറങ്ങി കറങ്ങി വിശക്കുമ്പോ ഇവിടെ കിട്ടാവുന്ന രുചിയുള്ള ഭക്ഷണങ്ങളെല്ലാം വാങ്ങിക്കണം. മധുരം, എരിവുണ്ട്, പിന്നെ 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 പറയാം. ഞാൻ പറയുന്നത് പോലെ കേട്ടാൽ ഞാൻ ഉറപ്പാണോ? എന്നാ കണ്ണടക്കുന്നു, കണ്ണടക്കുന്നു. പയ്യ നാം പുറത്തേക്കിട്. പുളിയുള്ളത് അങ്ങനെ പൂവിന് ചുറ്റും തേന്നുകരുന്ന പൂമ്പാറ്റകളെ പോലെ നമുക്കിവിടെ പാറി 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 പറന്നു നടക്കാം. നിങ്ങളാണോ? ഞാൻ കേൾക്കട്ടെ. പിടിച്ചോ. അയ്യോ, പിന്നെന്താ? സ്പീഡിൽ വിടണേ. വീടിൽ വിടും. വേഗം വെക്കോ. ഇടിച്ചിരുന്നോ? നമ്മളിതാ പോകുന്നു. ചാച്ചാ ചാച്ചാ സ്വപ്നം की रानी का
me. He loves me. He loves me. ഞാനിതിനു മുമ്പ് He loves me. ഒത്തിരി പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവളെ പോലൊരുത്തിയെ ഞാൻ ഇതുവരെ തൊട്ടതേയില്ല. He loves me. അതുകൊണ്ടല്ലോ ഇവള് തൊട്ടാ പൊട്ടുന്ന ഒരു പൊട്ടാസ. He loves me. പറയുന്ന ഞാൻ എന്നെ കടല് കാണാൻ കൊണ്ടുപോവോ? ഇപ്പോഴും ഞാൻ ഇതുവരെ കടല് കണ്ടിട്ടേ ഇല്ല. എന്നെ കടല് കാണാൻ കൊണ്ടുപോവോ? നമ്മളിപ്പോ ഇനി എത്തിയല്ലേ ഉള്ളൂ. ഞാൻ കടല് കണ്ടിട്ടേ ഇല്ല. അതുകൊണ്ടല്ലേ എന്നെ ഒന്ന് കൊണ്ടുപോ. ശരി ശരിക്കും ശരിക്കും മുറുക്കി പിടിച്ചിരുന്നോ? നമ്മളിതാ കടലിലാണ്. അതൊരു കാമുകനും കാമുകി. അതൊരു ഭാര്യയും ഭർത്താവും. അതൊരു അപ്പൂപ്പനും അമ്മൂമ്മയും. അത് തേങ്ങന്റെ മൂട്. ഇവിടെ ഒരു ആയിരക്കണക്കിന് ആളുകളുണ്ട്. ഇവരൊക്കെ ഞാൻ പരിചയപ്പെടുന്നത് എനിക്ക് അറിയാത്തോണ്ടല്ലേ. അതെന്താ? ഇത് ലാസ്റ്റ് ആണ്. നീ എന്നോട് ചോദിക്കരുത്. ഉറപ്പാണോ? ഉറപ്പ്. നോക്ക് എവിടെ? അതല്ല. അതേതോ സ്ട്രീറ്റ് ഫുഡ് വാങ്ങി കഴിക്കുന്ന. സ്ട്രീറ്റ് ഫുഡോ? എനിക്ക് വേണം. ചേട്ടാ 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 ഇവിടെ ഇങ്ങോട്ട്. അയ്യോ നല്ല രുചിയുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് വേണം. വിളിക്ക് അയാളെ വിളിക്ക്. ഹായ്. അയ്യോ മണം. ഇഷ്ടായോ? നല്ല രുചിയുണ്ട്. ഉണ്ടോ? വേണോ? നല്ല ടേസ്റ്റ്. സൂപ്പറാ. ഇനി വേണോ? അത് ഉറപ്പാണ്.
ഒന്ന് എനിക്ക് ഉറക്കം വരുന്നു. ഇപ്പോഴോ? എനിക്ക് നല്ല ക്ഷീണം. ഞാൻ ഉറങ്ങിക്കോട്ടെ. രാത്രി ആയില്ലല്ലോ. 5 മിനിറ്റ്, ഞാൻ പെട്ടെന്ന് എണീക്കാം. കഴിഞ്ഞിട്ട് ഉറങ്ങിയാ പോലെ. അല്ല, എനിക്ക് തീരെ വയ്യ. ഞാൻ ഒന്ന് ഉറങ്ങിക്കോട്ടെ. ശരിക്കും പെട്ടെന്ന് വിളിക്കണേ. നല്ല തൊപ്പിയാ. എനിക്ക് പെട്ടെന്ന് എന്റെ കൊച്ചിനെ ഓർമ്മ വന്നു. കുഞ്ഞു കൈ മുഖത്തൂടെ പോയപ്പോ അവളെ ഓർമ്മ വന്നു. എന്റെ കുഞ്ഞിനെ ചില സമയത്തുള്ള ഇവളുടെ കളിയും ചിരിയും കുസൃതിയൊക്കെ കാണുമ്പോ അവളെ പോലെ തന്നെ. അല്ലല്ലല്ല, അവൾ തന്നെ, അവൾ തന്നെ, അവൾ തന്നെ. ചുമ്പൂരെ ഞാൻ ഈ കൊച്ചിനെ കുറിച്ച് എന്തൊക്കെയാ സങ്കല്പിച്ചു കൂട്ടിയേ. ഓ, ആലോചിക്കുമ്പോ എനിക്ക് എന്നോട് തന്നെ അറപ്പ് തോന്നുന്നു. ഓ, എന്റെ മോളുടെ അതേ കാലുകൾ. ഇവളൊരു സുന്ദരിയാണ്, സുന്ദരി മാലാക കുഞ്ഞ്. ഞാനിന്ന് കാണാത്ത ഒരു ലോകത്തെ ഇവളെനിക്ക് കാണിച്ചു തന്നു. എനിക്ക് ഇവിടെ വേണ്ട അമ്മയുടെ അടുത്തെത്തിക്കണം. അതെ, എനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ വേണ്ട അമ്മയുടെ അടുത്ത് ഇറങ്ങിക്കോട്ടോ. ഇവിടെ ഞാൻ എന്റെ അമ്മയുടെ അടുത്തെത്തിക്കാം. നിന്നെ കണ്ടോണ്ടുറങ്ങുമ്പം കണ്ട കുന്നും കാണായി വരും. കണ്ട കുന്നിന്റെ ഉച്ചിയിൽ ചെല്ലുമ്പം ാന്റെ കോലോ കാണാം. ആ കോലോ തെറ്റുമ്പോ എന്തൊരു രസമെന്നോ അതിലെ പാൽക്കാവടിയുണ്ട്, അതിലെ പായസപ്പുഴയുണ്ട്, അവിടെ കാത്തുകാർക്കോരമ്മയുണ്ട്.
ഇലകളിൽ നിന്ന് ഊർന്നു വീഴുന്ന മഴത്തുള്ളികൾ നിലത്തൊടാതെ എവിടെയോ പതിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു. ആ കൂറ്റൻ കുട പോലെ നിവർന്നു നിൽക്കുന്ന ആ മരത്തിന് ചുവട്ടിലേക്ക് ഞാൻ എന്റെ കണ്ണുകൾ ഒതുക്കി. അവിടെ നനഞ്ഞു കുളിച്ച് കിളിയെ പോലെ ഒരുവളെ ഞാൻ കണ്ടു. അവളുടെ തലമുടിയിലും കഴുത്തിലുമൊക്കെ മഴത്തുള്ളികൾ ഉമ്മ വയ്ക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവളെ തന്നെ നോക്കിക്കൊണ്ടേ ഇരുന്നു പോയി. എന്റെ നോട്ടം അവൾ അസ്വസ്ഥമാക്കാതിരിക്കാൻ വേണ്ടി ഞാൻ പതിയെ അവളെ മുകളിലേക്ക് വിളിച്ചു. ഹേ, അവൾ ആരാ എന്താ ഒന്നും ഞാൻ ചോദിച്ചില്ല. അവളോടൊരു വാക്കുകൂടി ഞാൻ സംസാരിച്ചു. എന്തിനായിരിക്കാൻ അവളെ മുകളിലേക്ക് വിളിച്ചത്? ഒരുപക്ഷെ എന്റെ മുൻകാമുകി ഹെയ്സനോടുള്ള പ്രതികാരമായിട്ടാണ്. ഹെയ്സൻ നനഞ്ഞു കുളിച്ച് അവളെ ഞാൻ മുഴുവനായി നോക്കി. അവൾ ദേഹത്ത് മഴത്തുള്ളികളെ തട്ടിക്കളയുന്നുണ്ടായിരുന്നു. അവൾ പതിയെ അവളുടെ വസ്ത്രം മാറാൻ തുടങ്ങുന്ന സമയത്ത് ഞാൻ അടുത്തേക്ക് ചെന്നു എന്റെ മുണ്ടവൾക്ക് ഞാൻ വിളിക്കും. അവൾക്ക് ജലദോഷമോ പനിയോ പിടിക്കണമെന്ന് കരുതി മാത്രമാണ്. അല്ലാതെ ഞാൻ അവളോട് ഒരു വാക്ക് പോലും സംസാരിച്ചില്ല. അവൾ ആരാ, എന്താ, എവിടുന്ന് വരുന്നു, അവളുടെ പേരെന്താ, എനിക്കന്ന് അവളോട് ഒരു താല്പര്യം പോലും തോന്നിയിരുന്നില്ല. പക്ഷേ അതെ, ഇത് ഊരാൻ പറ്റുന്നില്ല. നാരങ്ങപ്പാല്, ചൂണ്ടക്കിരണ്ട്, ഇലകൾ പച്ച, പൂക്കൾ മഞ്ഞ, ഇതുവഴി പോകുന്ന കൊള്ളനെ പിടിച്ച്. നാരങ്ങപ്പാല്, ചൂണ്ടക്കിരണ്ട്, ഇലകൾ പച്ച, പൂക്കൾ മഞ്ഞ, ഇതുവഴി പോകുന്ന കള്ളനെ പിടിച്ച്. നാരങ്ങപ്പാല്, ഇലകൾ പച്ച, ഇതുവഴി പോകുന്ന നാരങ്ങപ്പാല്, ഇലകൾ പച്ച, ഇതുവഴി പോകുന്ന നാരങ്ങപ്പാല്, ഇലകൾ പച്ച, ഇതുവഴി പോകുന്ന നാരങ്ങപ്പാല്, ഇലകൾ പച്ച, ഇതുവഴി പോകുന്ന
നിന്ന് അവൾ പോയ ശേഷം എനിക്ക് ചുറ്റും അവളുടെ മണം മാത്രമായിരുന്നു. ഒരുപാട് മഴക്കാലങ്ങൾ കടന്നുപോയി. എന്റെ ജീവിതത്തിലേക്ക് പുതിയൊരു പങ്കാളി തന്നെ വന്നു. അവൾക്കാണെങ്കിൽ വിലകൂടിയ ഹെന്നയുടെയും സുഗന്ധ ദ്രവ്യങ്ങളുടെയും മണം മാത്രമായിരുന്നു. അപ്പോഴും അവളുടെ ശരീരത്തിൽ അന്വേഷിച്ചുകൊണ്ടിരുന്നത് ആ മണത്തെയാണ്. അത് കിട്ടിയെന്ന് മാത്രമല്ല, ഞങ്ങളുടെ ജീവിതത്തിന്റെ ഘടന മാറിയിരുന്നു. ഒരു കെട്ടുന്ന സ്ഥലത്ത് രണ്ട് കെട്ടിൽ രണ്ട് അലമാര. അപ്പോഴും ആ മണം എന്നെ വേട്ടയാടി കൊണ്ടേയിരുന്നു. അവളുടെ ശരീരത്തിൽ അന്വേഷിച്ചുകൊണ്ടിരുന്നത് ആ മണത്തെയാണ്. അവളുടെ ശരീരത്തിൽ ഞാൻ അപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരുന്ന ആ മണത്തെ മാത്രമാണ്. ഈ സുന്ദരിയെ വെറും 500 സീരിയസ് ആയിട്ട് വെറും 500 രൂപ. ഇപ്പൊ കടന്നു വന്ന എന്തൊരു കക്ഷി കുറച്ച് എന്നോട് വന്നിട്ട് പറഞ്ഞ കാര്യം ഉള്ളത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം. നല്ല ചുണച്ചക്കന്മാർ കൊത്തിക്കൊണ്ടുപോയിട്ട് എന്നോട് കണ്ടില്ല കേട്ടില്ല എന്നൊന്നും പറയാൻ നിൽക്കാം. ചേട്ടനെ കണ്ടാൽ അറിയാൻ ചേട്ടൻ നല്ല താല്പര്യമുണ്ട്. പഠിച്ചത് കാരണം വന്നു വരാ. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇവളെപ്പോലൊരു സുന്ദരിയെ ഇന്ന് രാത്രി കിട്ടാനേ പോട്ടില്ല. വേണേ നോക്കിക്കോ, നോക്കന്ന്. വേണോ? ഇപ്പൊ ആണെങ്കിൽ 500 എന്തേ കണ്ടാലറിയാം നല്ല താല്പര്യമുണ്ടോ.
വാ. ഇന്നത്തെ ആള് വന്നിട്ടുണ്ട്. ആ എനിക്ക് ഉറങ്ങണം. നീ ഇങ്ങനെ ഉറങ്ങി തൂങ്ങല്ലേ? എനിക്ക് ഉറങ്ങണം. ഇത് കുറച്ചു നേരത്തെ കാര്യമുള്ളൂ. അത് കഴിഞ്ഞാൽ നിനക്ക് എത്ര വേണമെങ്കിലും ഉറങ്ങാലോ. അതിനത് പണിക്ക് എണീറ്റു വരാം. നേരക്ക് എന്നാ പിന്നെ ഉറപ്പിച്ചാലും 500 ഉറപ്പിക്കാം. ഉറപ്പിക്കാൻ പോവാണേ. 500 ഒരു തരം, 500 2 തരം, 500 3 തരം. ആരും ഇല്ലല്ലോ അല്ലേ? ഉറപ്പാണല്ലോ. ഓളടിച്ചല്ലോ മോനെ. എൻജോയ്. നിന്റെ പേരെന്താ? നിന്റെ പേരെന്താ? എന്താ നിന്റെ പ്രശ്നം? പറ, എന്നോട് പറ. എന്താ നിന്റെ പ്രശ്നം? പറ. ഓക്കെ, നിന്റെ വീട് എവിടെയാന്ന് പറ, ഞാനത് കൊണ്ടുവിടാം. അതെ, നിന്റെ വീട് എവിടെയാന്ന് പറ, ഞങ്ങളെ കൊണ്ടുവിടാതെ. അവള് സുന്ദരിയാണ്, എനിക്കറിയില്ല. അവള് ചെറുപ്പമാണോ ചോദിച്ചാ അതും എനിക്കറിയില്ല. പക്ഷെ എനിക്കൊരു കാര്യം അറിയായിരുന്നു, അവളെ സുരക്ഷിതമായിട്ട് അവളെ വീട്ടിലെത്തിക്കണം. Mio solo sode solo sode sinami solo sode solo sode sinami sinaya sinaya സുന്ദരി, സുന്ദരി. ആ ബെസ്റ്റ്. നീ ഇവിടെ വന്ന് കിടക്കോ? വാ, എണീക്ക് എണീക്ക്. ഓക്ക് നിനക്ക് ഞാനൊരു പുതിയ ക്ലൈന്റിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ, അവൻ ചില്ലറക്കാരനല്ല, അവൻ നല്ല പൂത്ത പണക്കാരനാണ്. എനിക്ക് ഉറപ്പാ അവൻ നിനക്ക് ഇതുവരെ തരാത്ത പണം തരും. വാ, എണീക്ക് എണീക്ക്. എണീറ്റ് വരാനല്ലേ പറഞ്ഞേ? നിനക്കെന്താ പറഞ്ഞാ മനസ്സിലാവില്ലേ? എനിക്ക് ഉറങ്ങണം, ഉറങ്ങണം, ഉറങ്ങണം. നീ ഇങ്ങനെ വാശി പിടിക്കലെന്നിട്ട് നമ്മൾ എങ്ങനെയാ ജീവിക്കുന്നതെന്നൊക്കെ നിനക്ക് അറിയാവുന്നതല്ലേ? ഊറ്റിലെ ഒരു ജീവിതം മയിലേ. ഞാനിവിടെ വന്നേ പിന്നെ ഉറങ്ങിയിട്ടില്ല.
എനിക്ക് ഉറങ്ങണം. എന്നെ വിട്, എനിക്ക് ഉറങ്ങണം. അപ്പൊ നീ എണീക്കലടി കൂത്തിച്ച് എടാ പാട്ടി പുങ്കച്ച തായോളി. എടാ നിന്നെ എണീപ്പിക്കാൻ പറ്റുമോ? എടി നിക്കടിയാണ് എടി എടി ഇങ്ങോട്ട് വാടി. വിടടാ, വാടി വിടടാ മയിലേ, മര്യാദക്ക് ഇങ്ങോട്ട് വാടി. വിടടാ. ഇങ്ങോട്ട് വരാൻ. എടി, ഞാൻ തരുന്ന പൈസ ഞങ്ങൾക്ക് നക്കി തുടച്ച് ഇരുന്നാ പോകണം നിനക്ക്. നീ എന്നെ ഉണ്ടാക്കാൻ നോക്കൂ. എന്താടി നീ എന്നെ നോക്കി പേടിപ്പിക്കുന്നേ?
വർഷങ്ങളായിട്ടും എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല. അന്നൊരു ദിവസം എന്റെ സുഹൃത്ത് വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, ഷാഡോൾ സാഹിബിന്റെ ആശ്രമത്തിൽ ചെന്നാ എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവും, എന്നാ ആദ്യത്തെ കുഞ്ഞിനെ അവർക്ക് നൽകണം.
എങ്കിലും എന്റെ അമ്മയാവാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് യാത്ര തിരിച്ചു. എന്നാ ഞാൻ അവിടെ ചെന്നപ്പോ കണ്ട കാഴ്ച, ഷഹഡോളിലെ ദേവികൾ ഇങ്ങനെ ചെറിയ തലയുമായി പൂക്കളെ ഒരുപ്പിച്ച് നടക്കുന്ന കുറെ കുഞ്ഞുങ്ങൾ. എന്നാൽ ഇതൊന്നും എന്റെ മനസ്സ് മാറ്റിയില്ല. അവിടെ ചെന്ന് മാസങ്ങൾക്കൊടുവിൽ എനിക്കൊരു കുഞ്ഞുണ്ടായി. കവിളിൽ കറുത്ത മറുകുള്ള ഒരു സുന്ദര കുട്ടി. അവന്റെ ആ കവിളിൽ ഞാനിങ്ങനെ ഉമ്മ വെച്ച് കൊതി തീരും മുമ്പേ അവരവനെ എന്നെ നിന്ന് പറിച്ചെടുത്തോണ്ട് പോയി. നീയുള്ള ഒരു വർഷക്കാലം ജീവിതത്തിനും മരണത്തിനിടയിൽ അവന്റെ കവിളിലെ ആ കറുത്ത മറുക്, അതിൽ ഞാൻ വെച്ച ഉമ്മകൾ, ഓർമ്മകൾ എന്നെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു. വീണ്ടും അവനെ അന്വേഷിച്ചു. അവസാനം ഹൃദയത്തിന്റെ സ്ഥാനത്ത് ശവകുടീരം പണിത് സങ്കല്പത്തിലെ ഏറ്റവും മനോഹരമായ പൂക്കൾ കൊണ്ട് അതിനെ അലങ്കരിച്ച് ആയിട്ടങ്ങ് കൂട്ടി. പിന്നീട് എനിക്ക് 3 കുഞ്ഞുങ്ങളുണ്ടായി. ഒരു പെണ്ണും 2 ആണും. ഇവരെ അങ്ങനെ കളിപ്പിച്ച് കുളിപ്പിച്ച് കാലം അങ്ങനെ കടന്നുപോയി. എന്നിട്ടും എനിക്ക് അവനെ മറക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കെ കുട്ടികൾ സ്കൂൾ വിട്ടിട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു, അമ്മ അവിടെ തമാശ നടക്കുന്നുണ്ട്, ഞങ്ങൾക്ക് കാണാൻ പോകണം. ഞാൻ പറഞ്ഞു ശരി, ആരെങ്കിലും വിളിച്ചോണ്ട് വാ. പക്ഷെ ഒരു കാര്യം, എല്ലാരും വീട്ടിൽ പുറത്ത് നിൽക്കണം, ആരും അകത്ത് കയറ്റാൻ പറ്റത്തില്ല. അവരങ്ങനെ തമാശ കാണാൻ പോയി. ഞാൻ പൈസ എടുത്ത് പിന്നാലെ ചെന്നു. അവിടെ ചെന്നപ്പോ അവിടെ ഷഹഡോളിൽ ഒരു എലി. അവന്റെ കവിളിൽ കറുത്തൊരു മറുക്. എന്റെ മോൻ. ഞാൻ അവന്റെ കൈക്ക്
ഹായ് മിഠായി തിന്നുമ്പോൾ ഇഷ്ടായി തിന്നു കഴിഞ്ഞു കഷ്ടായി 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 ഹായ് മിഠായി ഇഷ്ടായി തിന്നു കഴിഞ്ഞു കഷ്ടായി തിന്നു കഴിഞ്ഞു കഷ്ടായി മിഠായി തിന്നുമ്പോൾ ഇഷ്ടായി തിന്നു കഴിഞ്ഞു തിന്നു കഴിഞ്ഞു തിന്നു കഴിഞ്ഞു പോലെ ഒറ്റപ്പെട്ട ഒരു നായയുടെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എനിക്ക് കേൾക്കണം. മരണത്തിന്റെ മണമുള്ള ഇരു രാജ്യങ്ങളുടെ അതിർത്തി കലിഞ്ഞു വീണ താമര ഇതളുകൾക്ക് പോലും വെടിമരുന്നിന്റെ ഗന്ധം. സൈനിക ക്യാമ്പിൽ നിന്ന് ഒരു പ്രതീക്ഷയുടെ കാലം. ജീവിതം എന്നത് സ്നേഹം മാത്രമായിരുന്നെങ്കിൽ, യുദ്ധമൊന്നുമില്ലാതിരുന്നെങ്കിൽ എത്ര സുന്ദരമാണ് ലോകം. സുബേദാർ ഹർമൻ സിംഗ് തന്റെ വിരസത മാറ്റാൻ ഉച്ചത്തിൽ പാടി. പെട്ടെന്നൊരു ശബ്ദം. ശബ്ദം കേട്ടടത്തേക്ക് ഹർമൻ സിംഗ് ഓടി.
അതാ കുറ്റിക്കാട്ടിൽ ഒരു നായ അതിനെ കയ്യോടെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവനൊരു പേര് വിളിച്ചു. ജുൻജുൻ, ചപ്പൻ ജുൻജുൻ. എന്നിട്ട് അവൻ അവന്റെ സഹപ്രവർത്തകർക്ക് അവനെ പരിചയപ്പെടുത്തി. അവരവരെ വളരെ സ്നേഹത്തോടെ വരവേറ്റു. അവിടെ സന്തോഷം തിരുതല്ലി. പെട്ടെന്ന് ശബ്ദവുമായി വേഗത്തിൽ അവരുടെ സൈനിക മേധാവി അങ്ങോട്ട് കയറുന്നത്. എന്താ ഇവിടെ ഒരു ബഹളം? ഏതാ ഈ നായ? ഇവരെവിടെ നിന്ന് വന്നു? ഇവരെങ്ങാനും അപ്പുറത്തു നിന്നാണെങ്കിൽ ഇവന് പച്ചവെള്ളം പോലും കൊടുക്കരുത്. അപ്പുറത്തുനിന്ന് ഏതും വന്നാലും നമ്മുടെ വെടിയുണ്ടകൾ അവരുടെ നെഞ്ചിൽ തുളഞ്ഞുകയാണ്. അതിപ്പോ ഇനി ഒരു നായാണെങ്കിൽ പോലും. ഇത് കേട്ട നായ പെട്ടെന്ന് നടുങ്ങി. ഹർമൻ സിംഗ് തന്റെ രാജ്യത്തിന്റെ പേരെഴുതിയ ഒരു പുതിയ മാല ചുൻചുന്നിന്റെ കഴുത്തിൽ അണിഞ്ഞു കൊടുത്തു. അതോടെ വലിയ കലാപങ്ങളില്ലാതെ ആ പ്രശ്നം അവിടെ തോന്നി. എന്നാൽ തൊട്ടടുത്ത ദിവസം ഇതേ നായ അയൽ രാജ്യത്തെ ക്യാമ്പിലൂടെ അലഞ്ഞു നടന്നു. മനുഷ്യർക്കിടയിൽ മനുഷ്യൻ ഉണ്ടാക്കി തീർത്ത അതിർവരമ്പുകളെ കുറിച്ച് പാവം നായക്ക് എന്തറിയാൻ? അവൻ കൂസലില്ലാതെ നടന്നു നീങ്ങി സൈനികരുടെ ഇടയിലേക്ക് ചെന്ന് കയറി. തന്റെ യജമാനൻ ഹിമ്മത്ത് ഖാൻ അവനെ കണ്ടതും അലറി. നീ ഇന്നലെ ആരുടെ സ്പൂണാക്കാൻ പോയതാ നായ? പെട്ടെന്ന് നായ പേടിച്ച് മൂങ്ങിക്കൊണ്ട് ഹിമ്മത്ത് ഖാന്റെ ഷൂ നക്കി നക്കി തുടച്ചു. പെട്ടെന്ന് ഹിമ്മത്ത് ഖാന്റെ കണ്ണുകൾ അവന്റെ മാലയിൽ ഉടക്കി. ഹിമ്മത്ത് ഖാൻ അരിശം മൂത്തുകയറി. ഹിമ്മത്ത് ഖാൻ അവനെ പൊതിരെ 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 തല്ലി. തല്ലുകൊണ്ട് അവശനായി അവൻ അവിടെ. പെട്ടെന്ന് ഹിമ്മത്ത് ഖാന്റെ കുരുട്ടുകുത്തിയിൽ ഒരു കുതന്ത്രം. ഹിമ്മത്ത് ഖാൻ നായയുടെ കഴുത്തിലെ മാല വലിച്ചൊരു കളഞ്ഞിട്ട് തന്റെ രാജ്യത്തിന്റെ പേരെഴുതിയ പുതിയൊരു മാല ചുൻചുനിന്റെ കഴുത്തിലണിഞ്ഞിട്ട് പറഞ്ഞു, ഓടണം നായ അപ്പുറത്തെ അതിർത്തിയിലേക്ക്. എന്നാൽ ഇത് കേട്ട നായ അനങ്ങാതെ അവിടെ തന്നെ നിൽപ്പറപ്പിച്ചു നിന്നു. ഇത് കണ്ട ഹിമ്മത്ത് ഖാന് ചോര തിളച്ചു കയറി. ഹിമ്മത്ത് ഖാന്റെ റിവോൾവർ എടുത്ത് ആകാശത്തേക്കുള്ള പ്രാവിൻ കൂട്ടങ്ങൾ ദിക്കിലെത്തി പാറി പറന്നു. പെട്ടെന്നുണ്ടായ വെടിശബ്ദവും നായയുടെ പാച്ചിലും കണ്ട് എതിർ സൈന്യം ഭയപ്പെട്ടു. എന്തോ ആക്രമണമാണെന്ന് കരുതി സൈന്യം വെടിയുതിർത്തു. കുറച്ചു നേരത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വെടിയുണ്ടകൾ പാഞ്ഞുകൊണ്ടേയിരുന്നു. ഇതിനിടയിൽ നായ ഓടിക്കൊണ്ടേയിരുന്നു. ഓടുന്നതിനിടയിൽ ഒരു വെടിയുണ്ട നായയുടെ ചെവിയിലൂടെ തുളഞ്ഞ് കടന്നുപോയി. ആ കരച്ചിൽ ആരും കേട്ടില്ല. നായ തലകുടഞ്ഞ് വീട്ടു ഓടാൻ തുടങ്ങി. ഓടി ഓടി അതിർത്തിയിലേക്ക് കാലെടുത്ത് കുത്തിയതും അടുത്ത ഒരു വെടിയുണ്ട നായയുടെ കാലിലേക്ക് പാഞ്ഞു കയറി. വേദന കൊണ്ട് നായ പടഞ്ഞു. ഇനി അങ്ങോട്ടൊന്നില്ലാതെ ഉള്ള ജീവൻ കൊണ്ട് നായ തിരിഞ്ഞതും ഇരു സൈന്യങ്ങളുടെയും വെടിയുണ്ടകൾ നായയുടെ നെഞ്ചു പിളർത്തി. അങ്ങനെ ആ അതിർത്തിയിൽ അതിർവരകൾ മായിച്ച് ഒരു ശവം ചത്തു മലന്നു കടന്നു. പിന്നെ
കെട്ടിച്ച് എന്നവിടെ ചെന്ന് പോയി വീടില്ല കൂടില്ല എന്നവിടെ ചെന്ന് പിന്നെ കേട്ടാ പുര കെട്ടിച്ച് താനാരേ